വെൽക്കം ബാക്ക് ആൻഡ് ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അറ്റ് അനദർ വ്ലോഗ്. അപ്പോൾ രാവിലെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഒരു സ്ഥലത്തേക്കാണ്. സമയം ഇപ്പോൾ ഏകദേശം 6:36 അപ്പോൾ നമ്മൾ ഇന്നൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. വീണ്ടും ഒരു ക്ഷേത്ര ദർശന വ്ലോഗ് അല്ലെങ്കിൽ ട്രാവൽ വ്ലോഗിന് വരെ ഇപ്പോൾ ക്ഷേത്ര ദർശന വ്ലോഗ് എന്ന് പറഞ്ഞ് ചാനലാക്കേണ്ടി വരും. ആ രീതിക്കാണ് ഇപ്പോൾ നോക്കിയാൽ അമ്പലത്തിൽ പോക്ക് എന്നുള്ളത്. പക്ഷേ ഈ ഒരു പോക്ക് അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോക്ക് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷേ ഓരോരോ കാര്യങ്ങൾ കാരണം ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ അത് മാറി പോയി. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മുടെ ദുഃഖവെള്ളിയാണ് അവധി കിട്ടി. അത് കാരണം ഞാൻ വ്യാഴാഴ്ച വീട്ടിലേക്ക് പോകുന്നു. വെള്ളിയാഴ്ചത്തേക്ക് ഇങ്ങോട്ട് പോകുന്നു. വേറെ കാര്യമായിട്ടൊന്നുമില്ല, വലിയ വ്ളോഗും അല്ല, ചെറിയൊരു വ്ളോഗാണ്. പിന്നെ ഇത് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പെട്ടെന്നൊരു അതായത് കുറേ നാളായിട്ട് പറയുന്നു, പക്ഷേ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോകുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഒരു അമ്പലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കാട്ടിമേക്കത്തിൽ ഭഗവതി ടെമ്പിൾ അങ്ങനെ പറഞ്ഞാൽ അറിയാത്തവർക്ക് നമ്മുടെ മണി കെട്ടുന്ന അമ്പലം എന്ന് വേണം പറയാം. അങ്ങനെ പറഞ്ഞാലായിരിക്കും കൂടുതലായിട്ട് അറിയുന്നത്. പിന്നെ ഈ ഒരു സ്ഥലം നമ്മുടെ ബ്രഹ്മാങ്കലം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ്സിന് പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഫൈനൽ നമ്മൾ ബ്രഹ്മാങ്കലത്തെത്തി. പക്ഷേ അവിടെ നിന്ന് ബസ് സർവീസ് ഇപ്പോൾ ഇല്ലെന്നാണ് കേട്ടത്. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചു. പിന്നെ ഓട്ടോ എപ്പോഴും ഉണ്ടാവുന്നു. നമ്മൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബ്രഹ്മാങ്കലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ടപ്പേന്ന് പറഞ്ഞ ഓട്ടോ ഉണ്ട്. അരിക്കോട്ടയ്ക്ക് വേണ്ടി മാത്രം കുറേ ഓട്ടോകളുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടുന്ന് എന്തോരം വണ്ടികൾ ഇങ്ങോട്ട് വരുന്നത്. നമ്മളിപ്പോൾ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 9:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ശരിക്കും ലേറ്റായി. വെളുപ്പിനാണ് പ്ലാൻ ചെയ്തില്ല. ഞാൻ അങ്ങനെ താമസിച്ചു പോയെന്നേ ഉള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കും കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. അവിടെ കുറേ വണ്ടിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വേണ്ടി മാത്രമായിട്ട് ബസ് സർവീസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതില്ല എന്നാണ് ഈ ഓട്ടക്കാരൻ പറയുന്നത്. പിന്നെ ദൂരത്തുനിന്ന് വല്ല വണ്ടിയും, അതായത് ഹരിപ്പാട് നിന്നൊക്കെ വല്ല വണ്ടിയും വന്നെന്ന് പറയാം. അല്ലെങ്കിൽ ഓട്ടോ തന്നെയുള്ളൂ ശരണപ്പേര, വേറെ ഓപ്ഷൻ ഇല്ല. അല്ലാതെ ബൈക്കിൽ കാറിൽ വരുന്നവർക്ക് നേരെ പോവാം, അതല്ലാണ്ട് വേറെ ഓപ്ഷനില്ല. അപ്പോൾ എന്താണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ജസ്റ്റ് ഒരു സംഭവം ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. വലിയ വ്ളോഗും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു വ്ളോഗ് അത്രേ ഉള്ളൂ. എന്തായാലും ഇവിടെ എത്തട്ടെ. അപ്പോൾ നമ്മൾ ഫൈനലി ഇവിടെ എത്തി. ഇവിടെയാണിത് പാർക്കിങ്. നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട്. ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലായെങ്കിൽ കുറച്ച് അങ്ങോട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് തിരക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അവിടെ നിന്ന് നമ്മുടെ കടത്ത് കയറിയാണ് ഇങ്ങോട്ട് പോയത്. അതാണ് അപ്പുറത്തെ കരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഒറ്റ കടത്തിലാണ്. ഇപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് അടുത്ത ട്രിപ്പാണ് എടുത്തോണ്ടിരിക്കുന്നത്. അവിടെ ഇനി ആൾക്കാർ അവിടെ ഒപ്പത്ത് വന്നിട്ടുണ്ട്. പാർക്കിങ് നോക്കുമ്പോൾ കാണാം എന്തോരം വണ്ടികൾ നടക്കുന്നതെന്ന്. അതുപോലെ തന്നെ നല്ല തിരക്കുമുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അമ്പലത്തിലേക്ക് ചെല്ലണം. നല്ല വെയിലുണ്ട്, അതാണ് ഏറ്റവും വലിയ ഇത്. ഞാൻ തിരക്ക് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാം. നല്ല തിരക്കുണ്ട്. പോരാത്തതിന് വെള്ളിയാഴ്ച ദുഃഖവെള്ളിയുടെ അവധി എല്ലാം ആകുമ്പോഴത്തേക്കും നല്ല തിരക്കുണ്ട്. അതുകൂടാതെ നല്ല വെയിലുണ്ട്, ഉച്ചയ്ക്കടിക്കുന്ന മാതിരി വെയിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അമ്പലത്തിലേക്ക് പോകുന്നതിന് കുറച്ച് കാര്യത്തിൽ ഷൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു രക്ഷയില്ലാത്ത വെയിൽ കേട്ടോ. അത് മാത്രം വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. എന്തായാലും അമ്പലത്തിൽ എത്തട്ടെ. ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് തിരക്കെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നാട്ടിലെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കാവുക. ഉച്ചക്കടിക്കുന്ന വെയിലുമുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ വെള്ളം, ഒരു സംഭാരം, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ഈ ഉച്ചവെയിലത്ത് നല്ല പരിപാടിയാണ്. ഇവർക്ക് നല്ല ബിസിനസ്സുമായിരിക്കും ഇത്. അപ്പോൾ എന്തായാലും വെയിലിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ ഇവിടെ അകത്ത് വണ്ടി കിടക്കുന്നത്. ഇതിനകത്തോട്ട് അകത്തോട്ട് വണ്ടി കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം കടത്ത് വഴി അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇവിടെയൊക്കെ കണ്ടോ വണ്ടി അകത്തൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ കടത്ത് കയറി വന്നു കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടത്ത് കയറി അല്ലാണ്ട് ബൈക്കിന് കാറും ബസ്സൊക്കെ കയറുമെന്നൊക്കെ അറിഞ്ഞൂടാ. അപ്പോൾ അത് നമ്മൾ തൊഴാൻ വേണ്ടി ക്യൂവിൽ കയറിയതാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് വീഡിയോ നോട്ട് അലൗഡാണ്, സെൽഫോൺ പ്രൊഹിബിറ്റഡാണ്. അപ്പോൾ എന്തായാലും തൊഴട്ടെ, നല്ല ക്യൂ ഉണ്ട്. അപ്പോൾ തൊഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ബാക്കി പറയാം. അപ്പോൾ നമ്മളതേ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെന്ന് മറ്റേ മണികെട്ട് 4 വലം വയ്ക്കാമെന്ന് വിചാരിച്ചത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തിരക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇതാണ് തിരക്ക്. ഇതിനൊക്കെ നല്ല തിരക്ക്. അപ്പുറം ആൾക്കാരൊക്കെ ഉണ്ട്. തൊഴുതിട്ട് ഓരോരുത്തർ ഇവിടെയൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. കുറേ പേര് അപ്പുറമൊക്കെ എന്തൊക്കെ പൊങ്കാലി പുഴുക്കോ എന്താണ് പരിപാടി നടക്കുന്നുണ്ട്. നമ്മളെന്തായാലും ഇതൊന്ന് വലം വയ്ക്കട്ടെ. തിരക്ക് നിങ്ങൾക്ക് ഞാൻ പിന്നെയും കൂടെ കാണിച്ചു തരാം. നല്ല തിരക്കുണ്ട്. നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്ക്. എനിക്ക് എൻ്റെ പുറകിൽ നോക്കുമ്പോഴും കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ഇച്ചിരി കഴിഞ്ഞിട്ട് കഞ്ഞി ഏതാണ്ടൊക്കെ ഉണ്ട്. ഇവിടെ അന്നദാനം ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കഞ്ഞി ഇവിടെ കുടിച്ചിട്ട് നേരെ പിരിയാം എന്നാണ് പ്ലാനിങ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടി ഇരുന്നതാണ്. നല്ല വെയിലും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തണൽ നോക്കിയിരുന്നതാണ്. പിന്നെ അവിടെ എന്തോ വായനയൊക്കെ നടക്കുന്നുണ്ട്.
ഇത് കണ്ടോ നല്ലൊരു വൈബ് എന്ന് പറഞ്ഞാൽ വേറെ ഫീലാണ് കേട്ടോ. ഇവിടെ വന്നാലും ഒരു ഫീലുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് അധികം നേരം തൊഴുകയും ചെയ്യാം. ഈ തിരക്കൊണ്ടയിലും അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര നേരം വേണം അതിനകത്ത് നിന്ന് തൊഴുക. ആ രീതിക്ക് വേറെ ലെവലാണ് ആ ഒരു ഫീലിങ്. നിങ്ങൾക്ക് നല്ല തിരക്കൊണ്ടയിൽ പോലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ്, കടത്ത് കയറാൻ വേണ്ടി പോവുകയാണ്, തിരക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ തന്നെ തിരിച്ച് പോകുമ്പോൾ മറ്റേ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യുക BJP തന്നെ സ്ഥാനാർത്ഥിയാണ്. പക്ഷെ കൂടെ നമ്മുടെ മറ്റേ നടനുണ്ടല്ലോ കൃഷ്ണകുമാർ, പുള്ളി നീ അവിടെ നിൽപ്പുണ്ട്. ആ കൃഷ്ണകുമാർ ആ പുള്ളിക്കാരനാണ് ആ നിൽക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയുള്ള വ്ളോഗ് വേറെ കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ അടിക്കുക. മറ്റൊരു വ്ളോഗായിട്ട് വരുന്നവർക്ക് ഇറ്റ്സ് മീ ടർ സൈനിങ് ഓഫ്.